CPM-ലെ വിവാദം കത്തിപ്പടർന്ന് മുന്നോട്ട് പോയാൽ പിണറായി പെടുമോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം. കാരണം പിണറായിയാണ് ലണ്ടനിൽ പോയി മസാല ബോണ്ടിന് വേണ്ടി മണിയടിച്ചത്. ആ മസാല ബോണ്ടിൻ്റെ പിന്നിൽ ഇപ്പോഴത്തെ വിവാദ നായകൻ പുതിയ അവതാരങ്ങൾക്കെതിരാണല്ലോ പിണറായി വിജയൻ. ആ അവതാര പുരുഷനായ രാജേഷ് കൃഷ്ണയാണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും ഈ മസാല ബോണ്ട് ഇടപാട് എന്തായിരുന്നു? അതിൽ രാജേഷ് കൃഷ്ണയുടെ പങ്ക് എന്താണ്? പിണറായി അറിഞ്ഞുകൊണ്ട് പെട്ടതാണോ, പിണറായിയെ പെടുത്തിയതാണോ? പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് തോമസ് ഐസക്കിന് പാർട്ടിയിൽ ഉണ്ടായൊരു പതനം ഉണ്ടല്ലോ. തോമസ് ഐസക്കിന്റെ ഗ്രാഫ് ഏണിയും പാമ്പും കളിക്കുന്ന പോലെ വായിക്കൂടെ ഇറങ്ങി വാലിലെത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ CDPQ ആണ് ഇതിന്റെ 90% മസാല ബോണ്ട് മേടിച്ചിരിക്കുന്നത്. CDPQ എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ടാണ് കാനഡയിലെ. അതിൻ്റെ അകത്ത് 20% ഓഹരി SNC ലാവലിന്, 19.9% SNC ലാവലിന് ആണ് ഈ CDPQവിൽ ഓഹരിയുണ്ട്. അപ്പോൾ SNC ലാവലിനുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ഈ CDPQ. ഈ ഇതിൻ്റെ അകത്ത് 1% ഇടനിലക്കാരന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഏതാണ്ട് സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. 1% കമ്മീഷൻ ഇടനിലക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 25 കോടി രൂപ വരും. 25 കോടി രൂപ ഇടനിലക്കാരൻ രാജേഷ് കൃഷ്ണയാണെങ്കിൽ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടി. അപ്പൊ രാജേഷ് അതങ്ങ് പറയാൻ പറ്റുമോ? അതങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് MT രമേശ് നടത്തിയ പത്രസമ്മേളനത്തിൽ 1% കമ്മീഷൻ ആണെങ്കിൽ അത് 25 കോടി വരും എന്ന് MT രമേശ് പറഞ്ഞു. അല്ല, ഇടനിലക്കാരൻ രാജേഷ് കൃഷ്ണ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആ മസാല ബോണ്ട് ഇറക്കാനായിട്ട് മണിയടിക്കാൻ പോകുമ്പോൾ രാജേഷ് കൃഷ്ണ പിണറായി വിജയന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് മാത്രം രാജേഷ് കൃഷ്ണയൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പക്ഷെ CDPQ ആണ്, അത് SNC ലാവലിനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് മസാല ബോണ്ടിൽ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരോപണം കൊണ്ടുവന്ന ആള് രാജേഷ് കൃഷ്ണയും തോമസ് ഐസക്കുമായിട്ടുമൊക്കെ ബന്ധിപ്പിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അല്ല, ആരോപണം ഉന്നയിക്കാൻ അതിന് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകം നമുക്ക് ലഭ്യം? വെറുതെ പുകമറയാണോ? അതായത് CPM-ൽ കുറേ കാലമായിട്ട് ഒരുപാട് ഇപ്പം നമ്മൾ കമല ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ വീട് എന്നൊക്കെ പറഞ്ഞ് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട്. മീഡിയ കൊണ്ടാടി, പ്രതിപക്ഷം കൊണ്ടാടി, ശത്രുക്കൾ കൊണ്ടാടി. പക്ഷേ ഇതെല്ലാം വ്യാജമായിരുന്നു, തെളിയിക്കപ്പെട്ടു. CDPQ കിഫ്ബിയും അതായത് ഈ മസാല ബോണ്ട് ഇറക്കുന്നതിന് മുമ്പ് ലാവ്ലിൻ്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്നിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ആ സമയത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഒന്നാമത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി മസാല ബോണ്ട് ഇറക്കുന്ന സംസ്ഥാനം കേരളമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെയാണ് ഇത് ഇറക്കിക്കൊണ്ടിരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് രൂപയ്ക്ക് തന്നെ കച്ചവടം ചെയ്യുന്ന, ഡോളറിന്റെ ഗതിവിഗതികളൊന്നും ബാധിക്കാതെ രൂപയിൽ തന്നെ കച്ചവടം ചെയ്യുന്ന, മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ മസാല, ഭക്ഷണം, ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിന് മസാല എന്ന് പേരിട്ട് വന്നത്. അപ്പോൾ SNC ലാവലിനുമായി ബന്ധപ്പെട്ട കമ്പനികൾ മാത്രം. ഒന്ന് ഈ കാനഡയിലെ പെൻഷൻ ഫണ്ട് CDPQ, പിന്നെ സിംഗപ്പൂരിലൊരു കമ്പനി എന്ന് പറയുന്നുണ്ട്. അത് CDPQവിൻ്റെ തന്നെ ഒരു സബ്സിഡിയറി ആണ്. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ചെയ്യട്ടെ. നമ്മൾ ഈ ലാവ്ലിൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ദുരാരോപണം അല്ലെങ്കിൽ സംശയദൃഷ്ടിയുടെ നോക്കുന്നത്? ഈ ഇടുക്കി ഡാം നിർമ്മിച്ചതിൻ്റെ പിന്നിൽ ലാവ്ലിനില്ലേ? അപ്പോൾ കേരളത്തിൽ വളരെ മുമ്പേ കേരളത്തിലെ വലിയ വികസന പദ്ധതികളുമായി ബന്ധപ്പെടുന്ന ഒരു കമ്പനിയാണ് ലാവ്ലിൻ, കനേഡിയൻ കമ്പനി. അതിനെ പെട്ടെന്ന് നമ്മൾ ലാവ്ലിനുണ്ടെങ്കിൽ അത് പിണറായി ഉണ്ട്, അത് അഴിമതിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ്. ലാവ്ലിൻ ആദ്യം ഇവിടെ വന്നപ്പോഴും അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടുക്കി ഡാം അടക്കമുള്ള പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്ന് ബാലകൃഷ്ണപിള്ള ഒരു ടൊയോട്ട കാറിൽ നടക്കുമ്പോൾ തന്നെ അത് ലാവ്ലിൻ കൊടുത്തതാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ആ കാലങ്ങളിൽ ഗ്രാഫൈറ്റ് കേസൊക്കെ വരുമ്പോഴേ ബാലകൃഷ്ണപിള്ളയെ ഒരു അഴിമതിയുടെ നിഴലിലൊക്കെ നിർത്തുന്നുള്ളൂ. ഇടുക്കി പദ്ധതിയുടെ കാലത്ത് ഇതൊക്കെ ഈ അഴിമതി കൊട്ടിഘോഷിക്കപ്പെടുന്നില്ല.
പക്ഷെ ലാവ്ലിൻ കമ്പനിയെ പല സ്ഥലത്തും ആഗോളതലത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള അപ്പൊ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും മുന്നണി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ലാവ്ലിൻ പ്രിയപ്പെട്ട കമ്പനിയായിരുന്നു. അത് പലപ്പോഴും അവിടെ പോയിട്ടും ഒക്കെ ചർച്ച നടത്തി, കാനഡയിൽ പോയിട്ടും ഒക്കെ ചർച്ച നടത്തി കൊണ്ടുവരുമായിരുന്നു. പിന്നീട് ആരോപണം വന്ന ശേഷവും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ലാവ്ലിൻ വന്നല്ലോ. അപ്പൊ ഒരു ബന്ധം സ്ഥിരമായിട്ട് ഇവരുമായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിൽ നിന്ന് വന്ന ഒരാൾ ചർച്ച നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു ലാവ്ലിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 2150 കോടി രൂപ ആണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടത്. ഇതിൻ്റെ പലിശ എന്ന് പറയുന്നത് 9.923%, ഏതാണ്ട് 10% പലിശ വരുന്നത്. ഇതിനേക്കാൾ 2% കുറച്ചിട്ടാണ് ഇന്ത്യയിലും മറ്റ് കമ്പനികളൊക്കെ ഈ മറ്റേ മസാല ബോണ്ട്, ഇതിനു മുമ്പ് കമ്പനികൾ NTPC, നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെ ഇറക്കുമ്പോൾ 2% കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂട്ടി ആണ് ചെയ്തിട്ടുള്ളത്. CDPQ എന്ന് പറയുന്നത് കേസെ ദി ഡിപ്പോ എത്ത് പ്ലേസ്മെന്റ് ദു ക്യൂബക് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ചുകാർ ധാരാളമുള്ളൊരു പ്രവിശ്യയാണ് ഈ കാനഡയിലെ ക്യൂബക് എന്ന് പറയുന്നത്. ക്യൂബക്കിന് ക്യൂബക്കിൻ്റെതായ പ്രധാനമന്ത്രിയും നാഷണൽ അസംബ്ലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ക്യൂബക്ക് 1965 കൊണ്ടുവന്നൊരു ആക്ട് അനുസരിച്ചിട്ടാണ് ഈ CDPQ എന്ന് പറഞ്ഞ പെൻഷൻ ഫണ്ട് അവിടെ വന്നത്. അപ്പോൾ പെൻഷൻ ഫണ്ടിൻ്റെ കമ്പനിയാണത് ക്യൂബക് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്നാണ് ഈ ഫ്രഞ്ചിൻ്റെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഒക്കെ 9.5% ഇല്ലേ പൈസ എടുത്തിട്ട് 9.5% എടുത്തിട്ടാണ് പലിശ അങ്ങോട്ട് കൊടുത്ത് ഇത് നമ്മൾ തിരിച്ച് 3195 രൂപയായിട്ട് 2150 കോടി രൂപ 3195 കോടി രൂപയായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത്. ഇത് സമയത്ത് ഇടപാട് തീർന്നു. ഇത് ഞങ്ങൾ മുഴുവനായിട്ട് അടച്ചു എന്ന് സർക്കാർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു ധവളപത്രമോ ഇതിൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്തതോ എന്നൊന്നും സർക്കാർ വെളിപ്പെടുത്തി. ഞാൻ ആലോചിക്കുകയാണ്, ഈ വലിയ തുകയൊന്നും ഇല്ലല്ലോ 3000 കോടി എന്ന് പറയുന്നത്, അല്ലേ? 3000 കോടി രൂപയാണോ? അത് തന്നെ, നമ്മുടെ രൂപ അനുസരിച്ച് ഇത് ചെയ്യാവൂ. അതുകൊണ്ട് 3000 കോടി രൂപ എടുക്കാൻ ഈ കാനഡയിൽ പോയി ലണ്ടനിൽ പോയി മണിയടിച്ചൊക്കെ ചെയ്യേണ്ടത്. 3000 കോടി രൂപ വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് റൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അറിയപ്പെടുന്ന പിണറായി വിജയനൊക്കെ വിളിക്കാവുന്ന, ഐസക്കിനൊക്കെ വിളിക്കാവുന്ന ചില പണക്കാരുടെ കയ്യിൽ തന്നെ ഇത്രയൊക്കെ കിട്ടുന്നതാണ്. ഗൾഫിലൊക്കെ സർക്കാർ ട്രഷറി ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ വരട്ടെ എന്ന് പറഞ്ഞാൽ വരാവുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കടപ്പത്രം ഇറക്കുകയാണെങ്കിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. SNC ലാവ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഈ SDP ഒരു 30,000 കോടി രൂപയാണെങ്കിൽ ഒരു വിദേശ സഹായം സ്വീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ബില്യണൊക്കെയാണ്. അതൊക്കെ സംശയാസ്പദ. അതുകൊണ്ട് CDPQ ലാവ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി തന്നെ വരണം, പെൻഷൻ ഫണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആർക്കോ നിർബന്ധം ഉണ്ടായിരുന്നത്. ആർക്കോ ഇത്തിരി കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നടത്തിയ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത് 3095 കോടി രൂപയായിട്ട് കൊടുത്തു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഓഹരിയൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇത് വാങ്ങിക്കുന്ന ആൾക്ക് വേറെ വേണമെങ്കിൽ ഇത് വിറ്റ് അവസാനം ഈ പലിശ ഉണ്ടാകുന്നവരെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ ക്രയവിക്രയത്തിൽ ഇത് ചെയ്യുന്നു. അതായത് 2014 നവംബർ 14 ആദ്യമായിട്ട് ഇന്ത്യയിൽ കടപ്പത്രം ഉണ്ടാകുന്നത്. അത് ഇന്ത്യയുടെ രാജ്യാന്തര ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഇറക്കിയത്. 1000 കോടി രൂപയുടെ കടപ്പത്രമായിരുന്നു. നമ്മുടേത് അതിലും കൂടുതലാണ്. അപ്പോൾ രാജ്യം തന്നെ ഇറക്കിയത് 1000 കോടി രൂപയുടെ ആയിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് 315 കോടി രൂപയുടെ കടപ്പത്രം മാത്രമാണ് ഇന്ത്യ ഇറക്കിയത്. അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇറക്കി. ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് കേരള സംസ്ഥാനത്തിൻ്റെ തന്നെയായിരുന്നു. NTPCയും നാഷണൽ ഹൈവേ അതോറിറ്റിയും 2% കുറച്ചിട്ടാണ് ഇറക്കിയത്. 2019 മെയ് 17 മണിയടിച്ചത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട്.
ഇപ്പം അതിൻ്റെ ദൃശ്യങ്ങളിലൊക്കെ രാജേഷ് കൃഷ്ണയെ കാണാം. അപ്പോൾ ഏറ്റവും അവസാനം 9.923% കൊടുത്തത് എന്നുള്ളത് നമ്മുടെ തന്നെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ SNC ലാവലിൻ്റെ പ്രതിനിധികൾ ഇതിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് ചർച്ച നടത്തിയതും അറിയാം. 90% ഈ CDPQ ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയാം. 1965 പാസാക്കിയ നിയമപ്രകാരമാണ് ക്യൂബക്കിൽ ഈ CDPQ കമ്പനി പെൻഷൻ ഫണ്ട് വരുന്നത്. അത് വിപുലമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാക്കി പിന്നീട് മാറ്റി ഇന്ത്യയിൽ തന്നെ 32,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് വിവിധ പദ്ധതികളിൽ. CDPQ ഇവർക്ക് 19.9% ലാവലിൻ ഇവരുടേതിൽ ഓഹരി ഉള്ളത്. ക്യൂബക്കിലെ പെൻഷൻ ഇൻഷുറൻസ് ഫണ്ടാണിത്. 1965 നാഷണൽ അസംബ്ലി ആക്ട് വഴി ഉണ്ടാക്കിയതാണത്. അന്ന് പ്രധാനമന്ത്രി ജീൻ ലെസാജ് എന്ന് പറയുന്ന ആളാണ്. ഇതവിടെ 8 പെൻഷൻ ഫണ്ട് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടാണ് CDPQ. അത് കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡാണ് ഒന്നാമത്തേത്. ഇവർക്കിപ്പോൾ $473 ബില്യൺ അസറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പലിശ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. 41.21 ലക്ഷം കോടി രൂപ ഇവർക്ക് ഇപ്പം അസറ്റായിട്ടുണ്ട്. മോൺട്രിയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ കൊല്ലം ഇവർ പേര് മാറ്റി, CDPQ എന്നല്ല, ഇനി അത് അറിയപ്പെടുന്നത് ലാകേസെ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ സബ്സിഡിയറികളുണ്ട്. ഇവാൻ ഹോം കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്, അത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. പിന്നെ CDPQ ഇൻഫ്ര എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. ഓട്ടേറ ക്യാപിറ്റൽ അത് ഫിനാൻസ് കമ്പനി. ഇങ്ങനെ സബ്സിഡിയറികളും ഉണ്ട്. അപ്പോൾ ഇവരുടെ സബ്സിഡിയറികൾ പല രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. സിംഗപ്പൂരിലും ഒക്കെ ഉണ്ട്. സിംഗപ്പൂരിലൊരു കമ്പനി കൂടി മസാല ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ഇവരുടെ സബ്സിഡിയറിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വീണ്ടും മസാല ബോണ്ട് സജീവമാവുകയാണ്. ഇപ്പോൾ പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട പണമിടപാടുകളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്താൽ ED ഒക്കെ വീണ്ടും വരുമോ? സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മസാല ബോണ്ട് ഉൾപ്പെടെ വീണ്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ അസംബ്ലി ഇലക്ഷന് മുമ്പ് പിണറായി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്നാലെ ED വീണ്ടും വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവാം. മസാല ബോണ്ടിനെ സംബന്ധിച്ച് കുറേ വിവരങ്ങൾ തേടിയതായിട്ട് നേരത്തെ വിവരങ്ങളുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.